നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ UDF നേടിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി UDFനൊപ്പമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാനായത് UDF തരംഗം. ഇടത് കോട്ടകൾ തകർന്നടിയുന്ന കാഴ്ച. 6 കോർപ്പറേഷനിൽ കോഴിക്കോട് മാത്രം LDFനൊപ്പം. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും ബ്ലോക്കിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ LDFന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമെന്ന കൃത്യമായ സൂചന ജനം നൽകിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ എല്ലാ തലത്തിലും UDFന് മേൽക്കൈ ലഭിക്കുമ്പോൾ LDF പഠിക്കേണ്ട പാഠം എന്താണ്? വെറും 4 മാസം മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിഴവുകൾ തിരുത്തി ജനവികാരം മനസ്സിലാക്കി തിരിച്ചുവരാൻ LDFനാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൃത്യമായി വിലയിരുത്തുകയാണ് അടുത്ത 1 മണിക്കൂറിൽ. ഒരിക്കൽ കൂടി നാട്ടുവിധിയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കേരളത്തിന്റെ ആകെ ചിത്രമാണ്. കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ നഗരസഭകളിലും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും എത്രത്തോളം വലിയ മേൽക്കായി തിരിച്ചുവരവ് UDF നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. മഹേഷ് പോലൂർ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. മഹേഷ്, നമുക്ക് കേരളത്തിന്റെ ആകെ ചിത്രം ഒന്ന് വളരെ വേഗത്തിൽ. ദിവ്യ പറഞ്ഞതുപോലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരുപക്ഷെ അപ്രതീക്ഷിതമായി എന്നൊക്കെ പറയാം. UDFന്റെ പ്രവർത്തകരുടെ ആഘോഷ പ്രകടനങ്ങൾ പലയിടത്തും നടക്കുകയാണ്. ആരവങ്ങൾക്ക് ഇടയിൽ ഒരു പക്ഷേ ഈ കണക്ക് ഒരു അന്തിമ കണക്ക് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പോൾ ഈ നിമിഷം നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കാണ്. നോക്കൂ, 941 ഗ്രാമസഭകളിൽ 505 UDFന്റെ മുന്നേറ്റം കാണുകയാണ്. 505 UDF മുന്നേറുകയാണ്. UDF 505 നേടി. LDF 340 ചുരുങ്ങുന്നു. LDF 500 നിന്ന് കൂപ്പുകുത്തി നേരെ 340 ചുരുങ്ങുകയാണ്. 64 ടൈ എന്ന് പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിരിക്കുന്ന സ്ഥലമാണ്. പലയിടത്തും നറുക്കെടുപ്പിലൂടെയാകണം അവിടെ സ്ഥാനാർത്ഥിയെ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുക്കേണ്ടി വരിക. NDA 26 പഞ്ചായത്തിൽ വരുന്നു. അതേഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് 6 കുറെ കൂടി വ്യക്തത നമുക്ക് ആ കാര്യത്തിൽ വരേണ്ടതുണ്ട്. എന്നാലും 500 കടന്ന് UDF പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 UDFനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 63 LDF. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന കണക്കുകൾ മാറി മറിയുകയാണ്. LDFന്റെ കുത്തക സ്ഥലങ്ങളിൽ പോലും കുത്തകയായി വെച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ പോലും UDF പിടിച്ചെടുക്കുന്നു. 79 UDF, LDF 63 ഇടത്ത്, 10 ഒപ്പത്തിനൊപ്പം വന്നിരിക്കുന്നു. NDA ബ്ലാങ്കാണ്, അതേഴ്സ് ഇല്ല, അവിടെയില്ല. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ 14 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കഴിഞ്ഞ തവണ LDF വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയ ജില്ലാ പഞ്ചായത്തുകൾ നോക്കൂ, 7 കട്ടക്ക് കട്ട എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇഞ്ചോടിഞ്ച് കേരളത്തിന്റെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ 7 ജില്ലാ പഞ്ചായത്തുകൾ LDF, 7 UDF. മുനിസിപ്പാലിറ്റികളിലേക്ക്, നഗരസഭകളിലേക്ക് വരികയാണ്. അവിടെ 54, 87 UDF വരികയാണ്. വലിയൊരു മുന്നേറ്റം അവിടെ UDFന്റെ ഭാഗത്ത്. 28 മാത്രമായി ചുരുങ്ങുകയാണ് LDF. കോർപ്പറേഷനുകൾ നോക്കൂ, 6 കോർപ്പറേഷനിൽ UDF 4, LDF ഒരേയൊരിടത്ത് മലബാറിൽ കോഴിക്കോട് മാത്രമായി ചുരുങ്ങിയാണ്. NDA അക്കൗണ്ട് തുറക്കുകയാണ്. കോർപ്പറേഷന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരികയാണ്. പക്ഷെ അപ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താനായിട്ടില്ല. ദിവ്യ, ഇതാണ് കേരളത്തിന്റെ ആകെയുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ്. അതാണ് കേരളത്തിന്റെ ആകെ ചിത്രം.